പ്രൈസിലോ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ഡാനിയലാണ്. ഞാൻ സാധാരണ വിളിക്കുന്ന പാസ്റ്റർ അനിമൂൻ എന്ന് ഞാൻ വിളിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ നമ്മളോട് അനുഭവത്തിൽ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിട്ട് ദൈവമായ കർത്താവ് സഹായിക്കുമാറാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. സുവിശേഷം 4-ാം അധ്യായത്തില് 35-ാം വാക്യത്തിൽ തൊട്ട് ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാനായി താല്പര്യപ്പെടുന്നു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ടു. താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഗുരു, നിങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു. വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ പീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവനാര്? സ്തോത്രം. നാലാമത്തെ വാക്യം, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവനാര്? സ്തോത്രം. അപ്പോ കാറ്റും കടലും അനുസരിക്കുന്നത് കണ്ടപ്പം അവന്റെ മഹത്വം, അവന്റെ ഗ്ലോറി വിളിച്ചു പറയാൻ ശിഷ്യന്മാർ ഒരുങ്ങി. സ്തോത്രം. അതുപോലെ ജീവിതയാത്രയിൽ വലിയ കാറ്റിക്കൂടെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. നമ്മൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത് ഇവനാര്? സ്തോത്രം. ഈ രാത്രിയിൽ എനിക്കും അത് പറയാനുണ്ട്. ഞാൻ എന്റെ ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞ് ചില കാര്യങ്ങൾ തുടങ്ങട്ടെ. സ്തോത്രം. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരാളാണ് ഞാൻ. ചെറുപ്പത്തിലെ പുരോഹിതനായി തീരണം, ഓർത്തഡോക്സിലെ പുരോഹിതനായി തീരണം എന്ന് ആഗ്രഹിച്ചു. എന്റെ മകൾ എന്നെ പള്ളിയിൽ അയക്കുകയും വളരെ കൃത്യമായി ആ കാര്യങ്ങൾ വിശ്വസ്തയോട് ചെയ്തു പോന്നു. എന്നാൽ എന്റെ 10ാമത്തെ വയസ്സിൽ വലിയ സംഭവം എന്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രയാസം ഒരു 10ാമത്തെ വയസ്സിൽ ഒരു വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. എന്റെ വീട്ടിന്റെ അടുത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ്, വെള്ളം കയറും. അപ്പോൾ എന്റെ വീട്ടിൽ സഹായത്തിനായി നിന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് ഈ വെള്ളത്തിൽ കളിക്കാനായിട്ട് പോയി. പക്ഷേ ഈ വെള്ളത്തിന്റെ അകത്ത് ഒഴുക്ക് വലിയതായിരുന്നു. ഈ ഒഴുക്കിന്റെ അകത്ത് പെട്ട് ഞാൻ ഒഴുകി പോവുകയാണ്. ഈ ചെറുപ്പക്കാരന് വളരെ 10-20 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പുള്ളി ആ സൈഡിലൂടെ ഓടുന്നതിനെ കണ്ടു. പക്ഷെ മുന്നോട്ട് പോയാൽ ഒരു വലിയ കയത്തിലേക്ക് ചെന്ന് ഈ നദി അവസാനിക്കുക, മരിച്ചു പോകും എന്ന് എനിക്ക് ഉറപ്പായി. എന്റെ 2 സഹോദരിമാർ ഈ തോടിന്റെ സൈഡിൽ തന്നെ കുളിച്ചുകൊണ്ടിരുന്നു. അവരോടി വന്ന് എന്റെ കൈക്ക് പിടിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ ഒഴുകാൻ തുടങ്ങി. എന്നാൽ അവര് ചില കാടിന്റെ കമ്പുകളിലൊക്കെ പിടിച്ച് അവർ നിന്നു. എന്നാൽ ഞാൻ പിന്നെ ഒഴുകിപ്പോയി. മരണം എന്ന് പറയുന്നത് ആ ഭീതി എന്നെ മൂടി. മരിച്ചു പോകും എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് എന്റെ സഹോദരിമാരുടെ നിലവിളി കേട്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പിതാവിന്റെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം വളരെ നീന്തൽ വിദഗ്ധനാണ്, നീന്തൽ നന്നായി അറിയാം. താനൊരു വഴിക്ക് പോകാനായിട്ട് ഒരുങ്ങി പോയ സമയത്ത് ആരോ തന്നോട് പറയുകയാണ്, തിരിച്ചു പോവുക, ഇന്ന് ആ വഴിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് താൻ തിരിച്ച് വീട്ടിൽ വന്ന് ഷർട്ട് ഊരിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ സഹോദരിമാരുടെ നിലവിളി കേട്ടത്. താൻ നിലവിളി കേട്ട് ഓടി വന്ന് ഈ വലിയ വെള്ളത്തിലേക്ക് താൻ എടുത്തു ചാടി എന്നെ അദ്ദേഹം വലിച്ചെടുത്ത് ആമേൻ സ്തോത്രം കരയ്ക്ക് എന്റെ മാതാവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു.
അപ്പം ഇതിന്റെ എല്ലാം പിന്നെ ചിന്തിച്ചാൽ ഇത് യാദൃച്ഛികമായി നടക്കുന്ന ഒരു കാര്യമല്ല. ഒരു യാത്രയ്ക്ക് പോയ മനുഷ്യനോട് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് മരിക്കാൻ പോയ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഒരാൾ ചാടി വന്ന് ചാടണമെങ്കിൽ അതൊരിക്കലും യാദൃച്ഛികമല്ല. അതിന്റെ പുറകിൽ ഒരു ദൈവകരം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഞാൻ ആ കരയിലേക്ക് കയറിയെങ്കിലും ഒരു വലിയ ഭയം എന്നെ മൂടുവാനിടയായിത്തീർന്നു. ഈ ഭയം എന്റെ ജീവിതത്തിൽ വലിയ പ്രയാസമായി. ഏതാണ്ട് 2-2.5 വർഷം ഈ ഭയം എന്നെ വല്ലാതെ മാനസികമായി അലട്ടി. എന്റെ സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. ഭയന്ന് ഭവനത്തിൽ കഴിയുകയാണ്. എന്റെ പിതാവ് മിലിറ്ററിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ചില നാളുകളൊക്കെ അവധിയെടുത്ത് എന്നെ ട്രീറ്റ്മെന്റിനായി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. ആദ്യം പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, തിരുമേനിമാരുടെ അരമനകളിലും അതുപോലെ പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാര് താമസിക്കുന്ന സ്ഥലങ്ങളിലും കൊണ്ടുപോകും. അവിടെ ചെന്ന് അവരുടെ കൈയിന്റെ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും സ്തോത്രം മ്യൂട്ട് ചെയ്താട്ട്, ദയവായി മ്യൂട്ട് ചെയ്താട്ട്, സ്തോത്രം. അപ്പോൾ വെള്ളം അവര് പ്രാർത്ഥിച്ച് തരികയൊക്കെ ചെയ്യുമായിരുന്നു. ആമേൻ. എന്നാൽ അത് ഒരു സൗഖ്യത്തിന് കാരണമായി തീർന്നില്ല. പിന്നീട് ഹിന്ദു ടെമ്പിളുകളിൽ ആളുകൾ എന്നെ സൗഖ്യത്തിനായി ട്രീറ്റ്മെന്റിനായി എന്റെ പേരൻസ് കൊണ്ടുപോയി. പല മന്ത്രവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരുടെ അടുത്ത് കൊണ്ടുപോയി. ചില ദിവസങ്ങളിലൊക്കെ കടമുറ്റത്ത് കത്തനാരുടെ സേവയുള്ള ഒരു സ്ത്രീ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കളമുറ്റം എന്ന് പറയുന്ന സേവ കയറി വരും. അവരച്ഛന്മാർ ചൊല്ലുന്നത് പോലെ സുറിയാനി ചൊല്ലും. ഒരു സാധാരണ സ്ത്രീയാണ്, സുറിയാനി അറിയത്തില്ല. പക്ഷേ ഈ ശക്തി വന്നു കഴിഞ്ഞാൽ അവർ സുറിയാനി ചൊല്ലും. അങ്ങനെ അവരുടെ കൂടെ ചില ദിവസങ്ങൾ ഞാനിവിടെ താമസിച്ചു. പക്ഷെ അവിടെ സൗഖ്യം അതിന് നിലയിൽ അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആരോ എന്റെ പിതാവിനോട് പറഞ്ഞു, മൂവാറ്റുപുഴയ്ക്കടുത്ത് ഒരു മുസ്ലിമായി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ സൗഖ്യം ലഭിക്കും. അങ്ങനെ എന്റെ പേരൻസ് എന്നെ മൂവാറ്റുപുഴ കൊണ്ടുപോയി. ഒരു സിദ്ധൻ, ഒരു ചെറുപ്പക്കാരൻ കോളേജിൽ പോകുമ്പോൾ തന്റെ വഴിയിൽ ആരോ തനിക്ക് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഇന്ന് തൊട്ട് നീ ട്രീറ്റ് ചെയ്യുക, നിനക്ക് ദൈവം ഒരു സിദ്ധി തന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, അവകാശപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചില ദിവസങ്ങൾ താമസിച്ചു. എന്റെ കയ്യിലൊക്കെ ചില നൂലുകളൊക്കെ അവർ ജപിച്ചു കെട്ടി. ചില ദിവസങ്ങളൊക്കെ അവിടെ താമസിച്ചെങ്കിലും എനിക്ക് ഭേദം വന്നില്ല. തിരിച്ച് എന്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്ന് ഭവനത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും വരാത്ത 2 ദൈവദാസന്മാർ ചില വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. എനിക്കൊരു ഭാവിയില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇരുട്ടിൽ അവസാനിക്കും എന്ന് കരുതിയിരുന്നു. എന്നാൽ ഒരു ദൈവദാസൻ, ഒരു സുവിശേഷകൻ, ഞങ്ങളുടെ നാട്ടില് ആമേൻ ഉള്ള ഒരു സുവിശേഷകൻ, ഒരു ദൈവസഭയിലെ പാസ്റ്റർ എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് ഡോറിൽ കൊട്ടുവാനിടയായി തീർന്നു. ആമേൻ. എന്റെ മദറെ കൈ തുറന്നപ്പോൾ ഒരു പെന്തക്കോസ്റ്റിലെ പാസ്റ്ററെ പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മാതാവ് പറഞ്ഞു, പ്രാർത്ഥിക്കണ്ട, കാരണം ഞങ്ങൾ ഓർത്തഡോക്സുകാർ വിശ്വാസികളാണ്. മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നത് മറ്റുള്ളവരെ അറിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വളരെ ക്ഷേമമാണ്. ഈ ദൈവദാസൻ പോയി 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം അതുവഴി വന്ന് വീണ്ടും മുട്ടി. അപ്പോൾ വീണ്ടും എന്റെ മാതാവ് കഥ തുറന്നു. അപ്പൊ ഈ സെയിം ദൈവദാസനാണ്. അപ്പൊ അദ്ദേഹം 2ാമത് വന്നപ്പോൾ എന്റെ മാതാവ് ആ ദൈവദാസനോട് പറഞ്ഞു, 2ാമത് വന്നില്ലേ, എനിക്കൊരു മകനുണ്ട്, ചില വർഷങ്ങളായി അവൻ രോഗിയാണ്, ഒരു വലിയ ഭയം അവനെ പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കാട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ അത് ഭേദമാകുന്ന ഒരു പ്രയാസമല്ല ഇത്.
ഞങ്ങൾ ചില ദൈവമക്കൾ ഒരുമിച്ച് വന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, അപ്പോൾ ദൈവം ഒരു വിടുതലയക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ആ ദൈവദാസൻ ഒരു വെള്ളിയാഴ്ച തന്റെ ചർച്ചിലെ ഒന്നിന്റെ സഹോദരന്മാരുമായി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഏതാണ്ട് 40-ലധികം വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരെന്റെ വീട്ടിൽ ഒരു ഫ്രൈഡേ മോർണിംഗിൽ 10 മണി തൊട്ട് 12 മണി വരെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 മണിയായപ്പോൾ അവരെല്ലാവരും കൂടി അവരുടെ കരം എന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില ഭാഷ അവർ പറയുന്നത് കേട്ടു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് അന്യഭാഷയാണെന്ന് അവർ പറയുന്ന ഭാഷ. അന്യഭാഷയിൽ ആത്മാവിൽ നിറഞ്ഞ് ആ ദൈവദാസന്മാരും ദാസിമാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 40 വർഷം മുമ്പ് എന്റെ ശരീരത്തിൽ ഒരത്യന്ത ശക്തി വ്യാപരിച്ചു. എന്റെ തല തൊട്ട് കാല് വരെ കരണ്ട് അടിക്കുന്ന പോലൊരു ദൈവശക്തി വ്യാപിക്കുവാൻ ആമേൻ. 2 വർഷത്തിലധികമായി ചെയ്ത ഒരു ട്രീറ്റ്മെന്റിനും മരുന്നിനും കഴിയാത്ത ഒരു കാര്യം 1 സെക്കൻഡ് കൊണ്ട് ആത്മശക്തിയുടെ വ്യാപാരത്തിൽ നടന്ന പ്രാർത്ഥനയിൽ നടന്നു. സ്തോത്രം. പരിപൂർണമായും ദൈവം സൗഖ്യമാക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. അന്ന് തൊട്ട് ഞാൻ കഴിച്ച സകല മരുന്നും ഞാൻ എടുത്തു കളഞ്ഞു. കംപ്ലീറ്റ്ലി ദൈവം ആ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കുവാനിടയായി തീർന്നു. അന്നാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവവും സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവവുമുണ്ട് എന്നുള്ള കാര്യം. സ്തോത്രം. കാരണം കുർബാനക്രമങ്ങളിലെ എഴുതി വെച്ച പ്രാർത്ഥനകൾ ചൊല്ലിയുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. വ്യക്തിഗതമായി ദൈവത്തിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ കാര്യമായി ഞാൻ പള്ളിയിൽ പങ്കെടുക്കുന്നയാളും സൺഡേ സ്കൂളിൽ പഠിക്കുന്നയാളുമാണ്. പുരോഹിതനാകുകയും പുരോഹിതനായ ശേഷം ഓർത്തഡോക്സ് സഭയിലെ തന്നെ ഒരു മെത്രാനായി തീരണമെന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത ഈ വലിയ ചുഴലിക്കാറ്റിനെ അടിച്ചത്. ഞാൻ വായിച്ചതുപോലെ ശിഷ്യന്മാരെ ഒന്നിച്ചു പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡായ ഒരു ചുഴലിക്കാറ്റാണ് പടകി തള്ളിക്കയറിയത്. അതിന്റെ കാരണം അവരെ ആ വലിയ കാറ്റ് അടിച്ചതിന്റെ നടുവിൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അവൻ ആരെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. സ്തോത്രം. ദൈവത്തിന് ഒരു പുതിയ കാര്യം ചെയ്യാൻ കഴിയുമെന്നും ഏത് തിരയാണെങ്കിലും ദൈവം എഴുന്നേറ്റ് ശാസിച്ചാൽ അത് നിശ്ചയമായും മാറുമെന്നും അവയെ സ്തോത്രം അവർ മനസ്സിലാക്കുവാനിടയായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന തിരകളോ നിങ്ങൾക്ക് അടക്കാൻ കഴിയാത്ത കാറ്റുകളോ ആമേൻ നിങ്ങളുടെ ബോട്ട് മുങ്ങുന്നത് പോലെയുള്ള പ്രയാസമോ ഉണ്ടെങ്കിൽ ആമേൻ അതിന്റെ നടുവിലുള്ള യേശുവിനെ വിളിച്ചുണർത്തിയാൽ മതി. സ്തോത്രം. യേശു എഴുന്നേറ്റാൽ അവൻ അത്ഭുതകരമായ സൗഖ്യമയക്കും. സ്തോത്രം. കുമ്പനാട് കൺവെൻഷനിൽ പണ്ട് അവൻ ഭയങ്കര മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിഭയങ്കരമായ ഒരു മഴ ഉണ്ടായി. അതിഭയങ്കരമായ മഴ പരിസരത്തുണ്ടായി. അന്ന് ഓല മേഞ്ഞ പന്തലാണ്. അതിന്റെ അകത്തൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. ആമേ സ്തോത്രം. ശുശ്രൂഷകന്മാര് ദൈവദാസന്മാരൊക്കെ ഭാരപ്പെട്ടു. എന്തു ചെയ്യും? ആയുധങ്ങൾ കൂടിയിരിക്കുന്നു. ചുറ്റുപാടും ഭയങ്കര മഴക്കോളും മഴയും പെയ്യുന്നു. ആമേ സ്തോത്രം. അപ്പോൾ ആ പന്തലിൽ നിന്ന് ഒരു സുവിശേഷകൻ ചാടിച്ചെന്ന് ദൈവദാസന്മാരോട് പറഞ്ഞു. മത്തായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ചെന്ന് പറഞ്ഞു, മഴയുടെ കാര്യം മത്തായി ഏറ്റു, ദൈവദാസന്മാർ ശുശ്രൂഷിക്കട്ടെ. സ്തോത്രം. അദ്ദേഹം ആ പന്തലിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചെന്നാണ്. കുമ്പനാട് പരിസരത്ത് മുഴുവനും മഴ പെയ്തെങ്കിലും പന്തലിൽ മഴ പെയ്തില്ല. സ്തോത്രം. അവൻ വിശ്വാസത്തിന്റെ ചലഞ്ചുകൾ അദ്ദേഹം ഏറ്റെടുത്തു. സ്തോത്രം. അവൻ അതുപോലെ പ്രാർത്ഥനയിലൂടെ ദൈവം അത്ഭുത വിടുതല് എന്റെ ലൈഫിൽ തരുവാൻ തുടങ്ങി. സ്തോത്രം. അന്ന് തൊട്ട് വചനം പഠിക്കാനും അവൻ പ്രാർത്ഥനയിൽ എനിക്ക് അസാധാരണമായ ഒരു വിശ്വാസം ഉണ്ടായി. സ്തോത്രം. മാത്രമല്ല
ഞാൻ ചില വർഷങ്ങൾ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടിരുന്നു. ഇനി പഠിക്കാൻ കഴിയുമോ? പഠിക്കാൻ പോയ ക്ലാസ്സുകളിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ചെറിയ ക്ലാസ്സുകളിൽ അതോടെ എനിക്ക് പ്രയാസമായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥനയിലൂടെ ഒരു അത്ഭുത വിടുതൽ ദൈവം എനിക്ക് തരികയും ഈ ദൈവദാസന്മാര് നടത്തിയ ഒരു കാത്തിരിപ്പ് യോഗത്തിൽ വെച്ച് പ്രവചന വരത്തോടുകൂടെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഏതാണ്ട് 40 കൊല്ലം മുമ്പ് ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. ആമേൻ. ദൈവകൃപയാൽ അന്ന് പകർന്ന ശക്തിയും അന്ന് പകർന്ന ആ കൃപാവരവും ഇന്നും രാത്രിയും ആമേൻ എന്റെ ഇന്നും ദൈവം ചെയ്യുന്നുണ്ട്. സ്തോത്രം. ആമേൻ. എന്റെ കൂടെ 18 പേരെന്ന് ആത്മാവിൽ നിറയപ്പെട്ടു. ആമേൻ. സ്തോത്രം. അതിൽ 15 പേരും ഇന്ന് ആ അനുഭവത്തിൽ നിൽക്കുന്നില്ല. സ്തോത്രം. അപ്പൊ അതൊരു വലിയ ദൈവകൃപയാണ്. എന്റെ ജീവിതത്തിൽ ദൈവം അതൊരു വലിയ അത്ഭുതമായി ചെയ്യാൻ ഇടയായി തീർന്നു. ഞാൻ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ഞാൻ ആ ചർച്ചിൽ തന്നെ ഉള്ളവരോട് ആത്മാവിൽ ദൂത് പറയാൻ തുടങ്ങി. വലിയ ദൈവപ്രവൃത്തി ആ ദിവസങ്ങളിൽ നടക്കാൻ തുടങ്ങി. എന്റെ സ്കൂളിൽ ഞാൻ മടങ്ങിപ്പോയി വീണ്ടും പഠിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയട്ടെ, 2ാം പ്രാവശ്യം പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞു കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയതും അതിന് മുമ്പേ പോയതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ആത്മാവിൽ നിറഞ്ഞ അനുഭവത്തിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സ്തോത്രം, എന്റെ ബുദ്ധി മണ്ഡലം ദൈവം സ്പർശിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പണ്ട് പഠിപ്പിച്ചത് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ഉള്ള കഴിവ് എനിക്കില്ലായിരുന്നു. എന്നാൽ ആത്മശക്തി എന്റെ മേൽ വന്നപ്പോൾ ആര് മാറിയതുപോലെ ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തുവാനിടയായി തീർന്നു. ഞാൻ ഈ ലൈവിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അന്യഭാഷയും ആത്മശക്തിയും അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറയുടെ മേലും പരിശുദ്ധാത്മശക്തി വന്നാൽ അവരുടെ അന്തതയ്ക്ക് വ്യത്യാസം വരും. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം സ്പർശിക്കും. അവരുടെ അണഞ്ഞ ഡോറുകളെ ദൈവം വലിച്ചു തുറക്കും എന്നുള്ളത് എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. സ്തോത്രം. ആ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും ഒന്നാമനായി പാസ്സാകുവാൻ ദൈവം ഇടയാക്കി. ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചതിന് ഒരു സിൽവർ മെഡല് അന്ന് എന്റെ പോക്കറ്റിൽ അന്നത്തെ സ്കൂൾ മാനേജർ കുത്തിത്തന്നു. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, കൊച്ചു ക്ലാസ്സുകളിൽ പരാജയപ്പെട്ട് മലയാളം അക്ഷരം വായിക്കാൻ അറിയാത്ത എനിക്ക് ആത്മശക്തി വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു 300-500 പേര് പഠിക്കുന്ന ആ സ്കൂളിൽ ഒന്നാമനായി തീരത്തക്കവണ്ണം എന്റെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം തുറന്നു. സ്തോത്രം. ആമേൻ. തുറന്നപ്പോഴുള്ള വിദ്യാഭ്യാസത്തിൽ എനിക്ക് വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു. സ്തോത്രം. പഠിച്ച ക്ലാസ്സുകളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകുവാൻ, MSc-ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ലിസ്റ്റിൽ സയൻസിൽ ഒരു ഡിഗ്രി എടുപ്പാൻ ഒരു വകയും അറിയാത്ത എനിക്ക് ദൈവം സഹായിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രാർത്ഥനയുടെ ശക്തിയുമാണ്. സ്തോത്രം. ലോകത്തിൽ എല്ലാവരും അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്നെ ഞാനാക്കി മാറ്റിയത് ദൈവശക്തിയാണ്. സ്തോത്രം. ആമേൻ. അത് മാത്രമല്ല, എന്റെ സ്കൂൾ കോളേജ് കലാലയങ്ങളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ സുവിശേഷം പറയാനും പ്രയർ ഗ്രൂപ്പുകൾ സ്ഥാപിക്കുവാനും ദൈവം തമ്പുരാൻ ഇടയാക്കി. എന്റെ മാസ്റ്റേഴ്സ് പഠനത്തിന് ശേഷവും ഞാൻ ചില പ്രൈവറ്റ് കോളേജുകളിൽ പഠിപ്പിക്കാനായി തുടങ്ങി. സ്കൂളുകൾ, ട്യൂട്ടോറിയൽ കോളേജുകളൊക്കെ. അവിടെ എല്ലാം സുവിശേഷം പറയുവാനും പ്രയർ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുവാനും ദൈവം ഇടയാക്കി. സ്തോത്രം. ആമേൻ. അപ്പോൾ ആ ദിവസങ്ങളില് ദൈവ ജനത്തിന് നടുവിൽ ശുശ്രൂഷിപ്പാനും നോർത്ത് ഇന്ത്യകളിലും കേരളത്തിലും അനേകയിടത്ത് കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ശുശ്രൂഷയുമായി യാത്ര ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. ആമേൻ. ആ ദിവസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PhD പ്രോഗ്രാമിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിയില്ല വാര്യാപുരം എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി. നിങ്ങൾ പലർക്കും അറിയാവുന്ന ദൈവദാസനാണ് വാര്യാപുരം യോനാച്ചൻ എന്ന് പറയുന്ന ദൈവദാസൻ. ആ ദൈവദാസന്റെ ഭവനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച്
ഞാൻ PhD പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ ദൈവദാസൻ എവിടെയോ പോകുവാൻ ഇറങ്ങി നിൽക്കുക. അദ്ദേഹം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദൈവശക്തി തന്റെ മേൽ വന്നിട്ട് എന്നോടൊരു ദൂത് പറഞ്ഞു, സ്തോത്രം, നിനക്ക് PhDയും ഡോക്ടറേറ്റും കേരളത്തിലില്ല. സ്തോത്രം. കേരളത്തിന്റെ വെളിയിൽ അന്യ രാജ്യത്ത് നിന്നെ കൊണ്ടു ചെന്നിട്ട് അവിടെ വെച്ച് ഞാൻ നിന്നെ പഠിപ്പിച്ച് നിനക്ക് ഡിഗ്രിയും ഡോക്ടറേറ്റും തരും. സ്തോത്രം. ആമേൻ. ആരെങ്കിലും പ്രവചനപരത്തെ സംശയിക്കുന്നതിനെ കൊണ്ട് പറയട്ടെ, ആമേൻ, അത് കൃത്യമായ ദൈവത്തിന്റെ ദൂതാണ്. സ്തോത്രം. എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PhD പ്രോഗ്രാമിൽ അഡ്മിഷൻ കിട്ടിയില്ല. സ്തോത്രം. എന്നാൽ ഈ രാജ്യത്ത് വരുവാനുള്ള ഒരു വഴി ദൈവം തുറക്കുകയും ഈ രാജ്യത്ത് വന്ന് തിയോളജിയിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കുവാനും, സ്തോത്രം, 4 ഭാഷയിൽ മാസ്റ്റേഴ്സ് എടുക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. ലൂക്കോസ് 1:37 വാക്യമാണ് ഞാൻ പറഞ്ഞത്. ദൂതൻ മറിയോട് പറയുന്ന ഒരു കാര്യമാണത്. സ്തോത്രം. മറിയ ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ സാധിക്കും? ആമേൻ. ഇത് സാധാരണ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ മറുപടി പറയുകയാണ്, നടക്കാത്ത കാര്യമാണെങ്കിലും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ലോകപ്രകാരം നടക്കാത്ത കാര്യങ്ങൾ നടക്കും. സ്തോത്രം. ആമേൻ. അതെ, അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുമ്പോൾ ലോകപ്രകാരം ലോകം നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം തമ്പുരാന് ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം, ആമേൻ, എത്ര അസാധ്യമാണെങ്കിലും ഈ വചനം പറഞ്ഞ് നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫിലഡൽഫിയ എന്ന് പറയുന്ന പട്ടണത്തിൽ ഞാൻ ഈ വചനം ഒരു ചർച്ചിൽ സഭായോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. സഭായോഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി വന്ന് എന്നോട് പറഞ്ഞു, MSc നേഴ്സിംഗ് കഴിഞ്ഞ ഒരു സഹോദരിയാണ് ഞാൻ. പലയിടത്തും അപ്ലൈ ചെയ്തു, എനിക്കൊരു ജോലി കിട്ടുന്നില്ല. ആമേൻ. പക്ഷെ ഇന്നത്തെ വചനം ദൈവം എന്നോട് സംസാരിച്ചു, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. സ്തോത്രം. ആമേൻ. ഞാൻ ആ സഹോദരി പറഞ്ഞു, നീ വീട്ടിൽ ചെല്ലുന്നത് ഇത് പറഞ്ഞോണ്ട് പോകും, കാറിലിരുന്ന് നീ പറ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. ആമേൻ. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ജോലി ദൈവത്തിന് തരാൻ കഴിയും. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡാളസിൽ തിരിച്ചു വന്നപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അനേകയിടത്ത് ആപ്ലിക്കേഷൻ ഇട്ടതാണ്, പക്ഷെ ഞായറാഴ്ച അത് വിശ്വസിച്ചപ്പോൾ തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിൽ നിന്ന് എന്നെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ വിളിച്ചു, നീ വന്ന് ജോലി എടുക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ സഹോദരി ആ മാനേജരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അവർ പറഞ്ഞു, ദാറ്റ് ഈസ് ഓക്കെ, come and take the job, then give the application. സ്തോത്രം. 2 വർഷം കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തെടുത്ത് വിളിക്കാതിരുന്നപ്പം ആമേൻ, സ്തോത്രം, വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ മുമ്പില് കൊടുക്കാത്തയിടത്ത് നിന്ന് ദൈവം വിളിപ്പിച്ചു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. മാനുഷികമായി അസാധ്യമാണ്, സയന്റിഫിക്കലി ഇത് അസാധ്യമാണ്. ദൂതനോട് മരിയ അതാണ് പറഞ്ഞത്, ഇത് നടക്കാനൊക്കാത്ത കാര്യമാണ്. പക്ഷെ ദൂതൻ പറഞ്ഞു, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ കള്ളം പറയുകയില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ പുറകിൽ നിന്ന് ചെയ്യാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയും. സ്തോത്രം. എന്റെ ലൈഫില് ആമേൻ ഞാൻ ചെയ്ത ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ആ അത്ഭുത കാര്യം എനിക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. ഒന്നിനും കൊള്ളാത്ത ഇരുട്ടുമുറിയിൽ ഒരു മാനസിക ആൻസൈറ്റിയിൽ കഴിയുന്ന എന്നെ ഹീൽ ചെയ്ത് പുറത്തിറക്കി ശുശ്രൂഷകൾ നിർത്തി ഡിഗ്രി തന്ന് വേറൊരു രാജ്യത്ത് കൊണ്ടുവന്ന് പഠിപ്പിച്ച് ആമേൻ, സ്തോത്രം, എനിക്കൊരു ഭാവി ഒരുക്കിയത് പ്രാർത്ഥനയുടെ ഫലമാണ്. സ്തോത്രം. ആ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. സ്തോത്രം. ആമേൻ. മാത്രമല്ല, ചില വർഷങ്ങൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് തലമുറകളിലായിരുന്നു.
ആമേൻ സ്തോത്രം. പല ഡോക്ടേഴ്സിന്റെയും അടുത്ത് ചെന്നപ്പോൾ അതിന് പ്രയാസമാണ് എന്ന് അവർ പറഞ്ഞിരുന്നു. സ്തോത്രം. ഒരു 5-6 വർഷങ്ങൾ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് നാട്ടില് 21 ദിവസം അദ്ദേഹം ഈ വിഷയത്തിന് വേണ്ടി ഉപവസിക്കാൻ തുടങ്ങി. സ്തോത്രം. ആ 21 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം അത്ഭുതകരമായി ഒരു വിടുതൽ ആ വിഷയത്തിൽ അയക്കുകയും ആമേൻ സ്തോത്രം. 1994 എനിക്ക് ആദ്യമായി ദൈവം ഒരു മകനെ തരികയും ചെയ്തു. സ്തോത്രം. ഡോക്ടേഴ്സിന് കഴിയാത്ത കാര്യം ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് വലിയ ദൈവപ്രവൃത്തിയാണ്. സ്തോത്രം. ഡാലസ് പട്ടണത്തിൽ ഒരു ചർച്ചയിൽ ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആ സഭയിൽ കൂടിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആമൻ അവർക്ക് 12 വർഷത്തിലധികമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. സ്തോത്രം. ആമൻ ഒരുപക്ഷെ അവരുടെ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ആമൻ സ്തോത്രം. അവര് കേരളത്തിലും ഗൾഫിലും അമേരിക്കയിലും അനേക പ്രാവശ്യം ട്രീറ്റ്മെന്റിന് വേണ്ടി പോയതാണ്. എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല. ആമേൻ സ്തോത്രം. എന്നാൽ ഒരിക്കൽ രാത്രിയിൽ അവര് മറ്റുള്ള കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് വരെ തീരുമാനിച്ചിരുന്ന അനുഭവമുണ്ട്. ഒരിക്കൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, സ്തോത്രം, അഡോപ്ഷന് വേണ്ടിയല്ല, അവളുടെ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞിനെ ഒഴിവാക്കുവാൻ നീ കഴിയും. സ്തോത്രം. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരങ്ങളെ, 1 വർഷത്തിനുള്ളില് ആ സഹോദരി പ്രഗ്നന്റ് ആകുകയും അവർക്ക് ഇന്ന് 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. സ്തോത്രം. ശ്രദ്ധിക്കുക, 12 വർഷത്തോളം എല്ലാവരും പറഞ്ഞു നടക്കത്തില്ലെന്ന്. പക്ഷെ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. അതുപോലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. അതൊരു ദൈവപ്രവൃത്തിയാണ്. ആമേൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ആമേൻ ഞാൻ പ്രാർത്ഥിക്കാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. എൻ്റെ വൈഫ് എൻ്റെ മൂത്ത കുഞ്ഞിന്റെ ഡെലിവറിക്ക് ശേഷം ചില നാളുകൾ പാരലൈസായി കിടന്നു. സ്തോത്രം. നടുവിന്റെ വേദനയാൽ ഭാരപ്പെട്ടു. എൻ്റെ 2.5-3 മാസത്തോളം അങ്ങനെയായിരുന്നു. ബെഡ് റിഡൻ ആയിരുന്നു. 2-3 പ്രാവശ്യം സർജറിക്ക് വേണ്ടി വിധിക്കപ്പെട്ടു. പക്ഷേ സംഹൗ സർജറി അവർ പോസ്റ്റ്പോൺ ചെയ്തു. ആമേൻ സ്തോത്രം. 3-ാം പ്രാവശ്യം ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. ന്യൂയോർക്കിലും കണക്ടിക്കറ്റിലും ന്യൂജേഴ്സിയിലും ഒക്കെ മിക്ക ആഴ്ചകളിലും ശുശ്രൂഷിക്കാൻ പോകുമായിരുന്നു. എന്നാൽ എൻ്റെ വൈഫ് ചില മാസങ്ങൾ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ ഞാൻ പോകുന്ന യാത്രയിൽ പിശാച് എന്നോടൊരു കാര്യം പറഞ്ഞു. സ്തോത്രം. നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ കിടക്കുമ്പോൾ നീ ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഞാൻ സാധാരണ പോകുന്നുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ അധൈര്യപ്പെടുത്തി. എന്നാൽ പതിവിലധികമായിട്ട് ആ മീറ്റിങ്ങുകളിൽ പ്രാർത്ഥിക്കാൻ രോഗികൾ അനേകർ വരുവാൻ തുടങ്ങി. സ്തോത്രം. പിന്നെയും പിശാചിന്റെ അകത്ത് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ കിടക്കുമ്പോൾ നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. എന്നാൽ ആ ചോദ്യത്തെ ഞാൻ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അന്ന് വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. പലർക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിച്ചു. ആമേൻ സ്തോത്രം. അല്ലാതെ പ്രാർത്ഥിച്ചു. അവരിൽ അനേകര് സൗഖ്യമായി. സ്തോത്രം. ആമേൻ. എന്നാൽ എന്റെ ഭവനത്തിൽ പിന്നെയും ഈ അവസ്ഥ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. സഭാവ്യത്യാസമില്ലാതെ അനേക ദൈവമക്കൾ എന്റെ ഭവനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ആ നല്ല കൂട്ടായ്മയുടെ ബന്ധത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ആമീൻ. ഫിലദൽഫിയ പട്ടണത്തിൽ നിന്ന് താമസിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. അനേക ദൈവമക്കൾ സമുദായ വ്യത്യാസമില്ലാതെ എന്റെ ആ പ്രയാസത്തിന് നടുവിൽ എന്റെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡാലസിൽ പാസ്റ്റർ ബെഥേൽ പി ജേക്കബിന്റെ ചർച്ചിൽ ഒരു ദൈവദാസി അദ്ദേഹത്തോട് ദൂത് പറഞ്ഞു. ഫിലദൽഫിയയിൽ പാസ്റ്റർ ജോസഫ് ഡാനിയേൽ അനിയൻകുഞ്ഞ് പാസ്റ്ററുടെ വീട്ടിൽ പോയി സഹോദരിക്ക് വേണ്ടി ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. സ്തോത്രം. അന്ന് ഉത്സവം കഴിഞ്ഞ് ഡാലസിൽ നിന്ന് ദൈവദാസൻ എന്നെ ഫിലദൽഫിയയിൽ വിളിച്ചു. ഇന്ന് രാത്രി മാത്രമേ എനിക്ക് സമയമുള്ളൂ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയാണ്. ആമേൻ. അത് ന്യൂജേഴ്സിയിൽ ഫ്ലൈറ്റ് എടുത്തിറങ്ങി.
ഇന്ന് കർത്താവിൽ മരിച്ചുപോയ യേശുദാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ന്യൂജേഴ്സിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ പലരും ഡാളസിലുണ്ട്. ആമേൻ. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഫിലദൽഫിയയിൽ എന്റെ വീട്ടിൽ അദ്ദേഹം കടന്നു വന്ന് രാത്രി 11:30 ആമേൻ. അന്ന് രാത്രി എന്റെ വീട്ടിൽ ഇദ്ദേഹം കടന്നു വരുമ്പോൾ ഇന്ന് ഡാളസിലെ സഭയിൽ ഒരു ടബർനാക്കിൾ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ PV തോമസ് അന്ന് രാത്രി അദ്ദേഹം എന്റെ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പൊ ആ ദൈവദാസന് വന്ന് പല വിശ്വാസത്തിന്റെ വചനങ്ങളൊക്കെ ആമേൻ എന്റെ ഭാര്യയോട് പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ബെഡ്രിഡനാണ്, താഴെ കിടക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഓർക്കുന്നു, ദൈവദാസൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 3 മാസമായി അനങ്ങാൻ കഴിയാത്ത എന്റെ ഭാര്യ ചാടി എഴുന്നേറ്റു അന്യഭാഷ പറഞ്ഞുകൊണ്ട് സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അതൊരു വലിയ വിടുതലായിരുന്നു. സ്തോത്രം. അപ്പോൾ ആമേൻ അവൾക്കൊരു അനുഭവം ഉണ്ടായി. ഒരു 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 വ്യക്തി ആമേൻ ഒരു ചൂടുള്ള ഒരു കമ്പ് കൊണ്ടുവന്ന് നടുവിന് തൊടിയിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. സ്തോത്രം. ആമേൻ. ആ സെക്കൻഡിൽ ആമേൻ എഴുന്നേറ്റ് നിൽക്കുവാൻ, അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആമേൻ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അന്ന് രാത്രിയിടയാക്കി. സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ വചനത്തിന് അതിഭയങ്കരമായ ശക്തിയുണ്ട്. സ്തോത്രം. വചനത്തിന് ഞാൻ വിശ്വസിക്കുന്ന ഡോക്ടറുടെ കയ്യിലിരിക്കുന്ന സർജറിയേക്കാൾ വലിയ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. സർജറിക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ട്യൂമറും എടുക്കാൻ പറ്റില്ല. സ്തോത്രം. ചില ശരീരഭാഗത്തെ ട്യൂമറുകൾ എടുത്താൽ അവിടുത്തെ നേർവിനെ അത് തൊടും. സ്തോത്രം. അതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്യാത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി വചനമെന്ന ഷാർപ്പുള്ള അവൻ കത്തി നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടാൽ ഏത് ട്യൂമറും ഇന്ന് രാത്രി സൗഖ്യമാവും. അത് അടിക്കാൻ കഴിയാത്ത ഒരു ട്യൂമറും അതിനകത്ത് കാണത്തില്ല. സ്തോത്രം. അത്ര ശക്തി അതിൻ്റെ അകത്ത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനം വലിയ ആത്മാവിലായി ആ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. എന്നാൽ ആ യോഗം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആമൻ ആ യോഗത്തിലിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആമൻ സ്തോത്രം ഒരു ചെറിയ കത്ത് എനിക്ക് കൊടുത്തയച്ച. കത്ത് മാത്രമല്ല, അദ്ദേഹത്തിന് അതിൽ $100 ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആമൻ സ്തോത്രം ഒരു ഡോക്ടറാണ്, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഐ തിങ്ക് ഡെന്റിസ്റ്റോ സംതിങ് ആണ്. സ്തോത്രം. എന്നാൽ എന്റെ കാലിൽ ഒരു ട്യൂമർ വന്നിട്ട് സർജറി ചെയ്യാൻ കഴിയാതിരിക്കുകയായിരുന്നു. അന്ന് രാത്രി വചനം സർജറി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. എന്റെ കാലിൽ ദൈവശക്തി വ്യാപരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്ഭുതകരമായി ഹീലാവാൻ ഇടയായി തീർന്നെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്കറിയത്തില്ലെങ്കിലും വചനത്തിന് വ്യക്തിക്കകത്തോട്ട് കയറുവാനും സർജറി ചെയ്യുവാനും ശക്തി ഉണ്ടെന്ന് അന്ന് രാത്രി എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ ദൈവദാസൻ പാസ്റ്റർ ബദേൽപൂജയൊക്കെ പറഞ്ഞ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ ദൈവശക്തിയായി മാറാനിടയായി. എന്റെ ലിവിംഗ് റൂമിൽ എനിക്ക് ഇന്ന് രാത്രി ഓർമ്മയുണ്ട്, വലിയ ദൈവ തേജസ് ഇറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. സ്തോത്രം. ദൈവത്തിന്റെ അതിശക്തമായി വെളിപ്പെടുവാനും ആമേൻ സൗഖ്യമായി എന്ന് വിളിച്ചു പറഞ്ഞ് ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീർന്നു. സ്തോത്രം. അപ്പൊ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. അബ്രഹാം വിശ്വസിച്ച 2 കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം തൊട്ടുള്ള ചില വാക്യങ്ങൾ നിങ്ങളെ ഭവനത്തിൽ സമയമുള്ളപ്പോൾ വായിക്കുക. ആമേൻ. അബ്രഹാം വിശ്വസിച്ച 2 കാര്യം. 1, ദൈവത്തിന് ഇല്ലാത്തിടത്തു നിന്ന് വിളിച്ചു വരുത്താൻ ശക്തിയുണ്ട്. സ്തോത്രം. ആമേൻ. 2, ദൈവത്തിന് ആമേൻ സ്തോത്രം ആ മരിച്ചതിനെ ഉയർപ്പിക്കാൻ ശക്തിയുണ്ട്. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, ഹി ക്രിയേറ്റർ and he is the resurrector. Stotram. Amen. If something needs to be created, God can create. Stotram. നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമില്ലെങ്കിലും
ഒരു കരളില്ലെങ്കിലും അവൻ ഏതെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ശരീരത്തിലില്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം വിളിച്ചാൽ ഇന്ന് രാത്രി ഇല്ലാത്തടത്ത് ഉണ്ടായി വരും. സ്തോത്രം. ഇനി മരിച്ചുപോയ വിഷയമാണെങ്കിൽ, മരിച്ചുപോയതാണെങ്കിലും ദൈവം തമ്പുരാന് എഴുന്നേൽപ്പിക്കാൻ കഴിയും. അതാണ് അബ്രഹാം വിശ്വസിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. ആമേൻ. ഐസക്ക് ആമേൻ മരിക്കേണ്ടതാണ്. അദ്ദേഹം വിശ്വസിച്ചു. അവൻ ചാരമായാലും ആമേൻ ഇല്ലാത്തടത്തുനിന്ന് 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിനെ കൊടുത്ത ദൈവം തമ്പുരാന് അതിനെ യാഗമാക്കാൻ പറഞ്ഞപ്പോൾ ആ ചാരത്തിൽ നിന്ന് ഐസക്ക് എന്ന് ദൈവം വിളിച്ചാൽ, സ്തോത്രം, വേറൊരു ഐസക്ക് എഴുന്നേറ്റ് വരുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. സ്തോത്രം. അവൻ അവിശ്വാസം അവനെ ക്ഷീണിപ്പിച്ചപ്പോൾ വിശ്വാസത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് അവൻ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. മലയിൽ എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളും അങ്ങനെ ചെയ്താൽ വിശ്വാസത്താൽ നിങ്ങൾ അവന്റെ തലമുറകളായി മാറും. ദൈവത്തിന് സ്തോത്രം. ഇല്ലാത്തിടത്തു നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവം, സ്തോത്രം, അവൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ചില നാളുകളിൽ നാട്ടിൽ കേരളത്തിൽ കോട്ടയത്തിന്റെ അടുത്ത് ഒരു ചർച്ചിൽ ശുശ്രൂഷയിലായിരുന്നു. അപ്പോൾ ആ ചർച്ചില് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പേരൻസ് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. തിരുവല്ലയിൽ തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ബദിര ഒരു മൂല സ്കൂളുണ്ട്. അവിടെ ആ കുട്ടി പഠിക്കുക. കാരണം അവർക്ക് ചെവിക്ക് കേൾവിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് കണ്ണിന്റെയും കാഴ്ച പോയി. അവളെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു തിരിച്ചു കൊണ്ടുപോകണം. ആർപ്പൂക്കര മെഡിക്കൽ കോളേജിൽ ആ കുഞ്ഞിനെ ട്രീറ്റ്മെന്റിലാക്കിയപ്പോൾ ആ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒപ്റ്റിക് നെർവ് കംപ്ലീറ്റ്ലി പോയി, നിങ്ങളുടെ കുഞ്ഞിന് ഇനി ഒരിക്കലും സൗഖ്യം കിട്ടത്തില്ല. ഏതെങ്കിലും കണ്ണുമായി ബന്ധപ്പെട്ടവരിൽ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കണ്ണിന്റെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഒപ്റ്റിക് നെർവ് ഡാമേജ്ഡ് ആയാൽ അത് റിസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. പക്ഷെ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ആമേൻ. സഭ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഈ കുഞ്ഞ് ആണ് അവരുടെ ആദ്യത്തെ കുഞ്ഞ്. ആമേൻ. കാഴ്ചയില്ല, കേൾവി നേരത്തെ ഇല്ല. സ്തോത്രം. എന്നാൽ താന് അന്ന് ദൈവമക്കൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വലിയ ഒരു ദൈവപ്രവൃത്തി തനിക്ക് അനുഭവിച്ചു. താൻ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ പറയാം. അവൻ അങ്കമാലിയില് ഒരു കണ്ണാശുപത്രി ഉണ്ട്. സ്തോത്രം. ആ കണ്ണാശുപത്രിയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞ എക്സ്റേ MRIയുമായി അദ്ദേഹം പോയി. കാരണം ഈ അങ്കമാലിയിൽ ചെന്നപ്പോൾ വീണ്ടും MRI എടുത്തു. അവിടുത്തെ MRIയിൽ ഈ കുട്ടിക്ക് പുതിയ 2 ഒപ്റ്റിക് നെർവ് ഡോക്ടർ കണ്ടു. സ്തോത്രം. അവിടെ കാഴ്ച തിരിച്ചു കിട്ടി. സ്തോത്രം. അപ്പോൾ അങ്കമാലിയിലെ ഡോക്ടർ എന്നോട് ചോദിച്ചു, കോട്ടയത്തെ റിപ്പോർട്ട് ശരിയാണ്. സ്തോത്രം. ഈ റിപ്പോർട്ടും ശരിയാണ്. ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് സംഭവിച്ചു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, സഭ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ചർച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ കുഞ്ഞിനെ കാഴ്ച തിരികെ കിട്ടി. തിരുവല്ലയിലുള്ള സ്കൂളിൽ അദ്ദേഹം ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയി വിട്ടു. അന്നത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ കാഴ്ചയില്ലല്ലോ, എന്തിനാ തിരിച്ചു കൊണ്ടുവന്നത്? സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം സൗഖ്യമാക്കി. ആ കുഞ്ഞ് അവിടെ പഠിച്ചു. സ്തോത്രം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്നാണ് താൻ പറഞ്ഞത്, ഇവിടെ 18-19 പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ അത്രയും കാഴ്ചയുള്ള മറ്റാരുമില്ല. കാരണം സൂചിക്കകത്തൂടെ നൂല് മറ്റുള്ളവർക്കും അവളാണ് കോർത്തു കൊടുക്കുന്നത്. അവിടെ കണ്ണിന്റെ കാഴ്ച ഭയങ്കരമായി വർദ്ധിച്ചു. അതിന്റെ കാരണം അവിടെ തലച്ചോറിന്റെ അകത്ത് നെർവിൽ ദൈവം തൊട്ടു. സ്തോത്രം. ഇല്ല, ഡാമേജായത് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്ന കാര്യമാണ്. ഞാൻ പറയുന്ന സ്റ്റോറിയല്ല. ഇന്ന് രാത്രിയും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. ഇല്ലാത്തതിനെ ഉളവാക്കുന്ന ദൈവം. ശിഷ്യന്മാർ ചോദിച്ചാൽ ഇവനാര് ആ വലിയ സ്റ്റോമിൽ കൂടെ അവരെ കയറ്റി വിട്ടത്? ആ വലിയ കൊടുങ്കാറ്റിൽ കൂടെ പടക് ഇളക്കി മറിച്ചത് എന്തിനാണെന്നറിയാമോ? കടലിനെ ശാന്തമാക്കുവാനും തിരയോട് അടങ്ങുക എന്ന് പറയാനും
അധികാരമുള്ള ഒരുത്തനുണ്ടെന്ന് അറിയേണ്ടതിനാണ്. സ്തോത്രം. ആമേൻ. യേശുവോടെ എഴുന്നേറ്റു, അതിനെ ശാസിച്ചു. ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു, ആമേൻ, ഇവനാര്? നിങ്ങളെ എന്നെ ഇന്ന് രാത്രി ദൈവം തൊടുന്നത്, വിടുവിക്കുന്നത് ഇവനാര് എന്ന് മറ്റൊരിടത്ത് പറയാനാണ്. ഈ ഡാളസ് പ്രയർ ലൈനിൽ കർത്താദാസൻ പറഞ്ഞതുപോലെ, ഇന്നലെ ആമേൻ ആ സഹോദരൻ സാക്ഷ്യം പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദൈവമക്കൾ സാക്ഷ്യവും പറഞ്ഞതുപോലെ, ഇതിന്റെ അകത്തൂടെ നമുക്ക് പറയാനുള്ളത് ഇവനാര്? നാം സേവിക്കുന്ന നസ്രയനാര്? നാം പ്രാർത്ഥിക്കുന്ന നസ്രയനായ യേശു ആര്? നാം ആരാധിക്കുന്ന നസ്രയനായ യേശു ആര്? ആമേൻ. ഈ അനുഭവം ദൈവം തരാൻ പോവുകയാണ്. ഈ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം ഈ ദിവസത്തിൽ ദൈവം ആരാണെന്ന് പറയത്തക്കവണ്ണം, ദൈവനാമം മഹത്വപ്പെടുത്തത്തക്കവണ്ണം ചില അനുഭവങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. അതിൽ വിശ്വസിച്ച് എന്റെ കൂടെ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിന്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അല്പമായി ഷെയർ ചെയ്തല്ലോ. എന്റെ ലൈഫിൽ ഒരു പുതിയ അധ്യായം ദൈവം തുറന്നു. സ്തോത്രം. ആമേൻ. അത് ചെറിയ കാര്യമല്ല. ആമേൻ. നടക്കത്തില്ലെന്ന് ലോകവും ഡോക്ടർമാരും മന്ത്രവാദികളും കലവിട്ട സേവക്കാരും ഹിപ്നോട്ടിസവും ഒക്കെ ചെയ്ത എനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യമുണ്ടായി. സ്തോത്രം. ആമേൻ. യേശു ജീവിക്കുന്നുവെന്ന് ഞാൻ ഇന്ന് അവന്റെ മഹിമയ്ക്കായി നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. ഞാൻ അനുഭവിച്ച സാക്ഷിയാണ്. അതാർക്കും അതിനെ എതിർക്കാൻ കഴിയുകയില്ല. തലമുറ ഇല്ലാത്തിരുന്നിടത്ത് ദൈവം അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. തലമുറ ഇല്ലാതിരുന്ന പലർക്കു വേണ്ടി ദൈവം പ്രവർത്തിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സ്തോത്രം. അവൻ കാമൻ പാരലൈസ് ആയിരുന്ന എന്റെ ഭാര്യയുടെ മേൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്നപ്പോൾ ദൈവം അവൾക്കൊരു വ്യത്യാസം കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ആമേൻ. അതുപോലെ ആമേൻ. ഞാൻ അവസാനമായി പറഞ്ഞ അക്കാര്യം, ഞാൻ ശുശ്രൂഷിച്ച കോട്ടയം ചർച്ചിലെ ബാബു എന്ന് പറഞ്ഞ ആ സഹോദരന്റെ മകളുടെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. അവളെ ആമേൻ ഒറ്റയ്ക്ക് നേർവിന്റെ മേല് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി നടക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്നും ആ കുഞ്ഞിന്റെ കാഴ്ച ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും ആമേൻ ആ അത്ഭുതം അനുഭവിച്ച കുഞ്ഞ് ഇന്നും ജീവനോടെയുണ്ട്. സ്തോത്രം. ആമേൻ. 20-ലധികം വയസ്സിന് അവൾക്കുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു കർത്താവ് ജീവിക്കുന്നു. അവൻ എങ്ങനെ നടക്കുമെന്ന് മറിയ ചോദിച്ചതുപോലെ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ എനിക്ക് അവസാനമായി എന്നോട് പറയാനുള്ളത്, അത്യുന്നതന്റെ ശക്തി നിന്റെ വരുന്നതിലിടും. സ്തോത്രം. ഈ ലാലസ് പ്രയർ ലൈനിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പേര് പലയിടത്തും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അസാധ്യ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഇങ്ങനെ പറയണമെന്ന്. അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ നേരിടും. സ്തോത്രം. നിങ്ങളുടെ ആ മടങ്ങി വരാത്ത വിഷയത്തിന്റെ മേല്, ആ തലമുറയുടെ മേല്, ആമേൻ ജോലി കിടക്കുന്ന വിഷയത്തിന്റെ മേല്, ഭാരപ്പെടുന്ന ജോലിയുടെ മേല്, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുടെ മേല്, കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ മേല്, ആമേൻ. സ്തോത്രം. പല നിലകളിൽ നിങ്ങളെ മുന്നോട്ട് വിടാതെ ചുറ്റി നിൽക്കുന്ന ആ ശക്തിയുടെ മേല് അത്യുന്നതിന്റെ ശക്തി നിഴലിടുമ്പോൾ സ്തോത്രം ഒരു വലിയ വിടുതൽ നടക്കുവാനിടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, വിശ്വസ്ത കർത്താവേ, ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ എവിടെ നിന്ന് ഇത് ശ്രദ്ധിക്കുന്നു എനിക്ക് അറിയത്തില്ല. പക്ഷെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി പ്രയാസത്തിലാണെങ്കിൽ അവരുടെ ചെവിക്കകത്തോട്ട് ഈ വചനം ചെല്ലുവാനും, അവരായിരിക്കുന്ന മുറിക്കകത്ത്, ആയിരിക്കുന്ന റൂമിന്റെ അകത്ത്, അഥവാ ജോലിയിലാണെങ്കിൽ, കർത്താവ് വീട്ടിന്റെ അകത്താണെങ്കിൽ, അത് ബന്ധത്തിലാണെങ്കിൽ ഈ അത്യന്ത ശക്തി അവരുടെ മേൽ ദൈവം അയക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിന് ഭയങ്കര സഞ്ചരിക്കാൻ കഴിയും കർത്താവേ. വചനത്തിന് ഭയങ്കര സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും. പ്രകാശത്തിന്റെ പ്രവേഗത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം എവിടൊക്കെ ആർക്കൊക്കെ വീടുകളിൽ വേണമോ ആ വീടുകളിൽ, ആ മുറികളിലേക്ക് ചാടിക്കയറാൻ ഞാൻ കൽപ്പിക്കുന്നു. സ്തോത്രം. അത് അത്ഭുത ഹീലിംഗായി മാറട്ടെ കർത്താവേ. ഈ ലൈനിൽ കൂടെ നീ ആളുകളെ തൊട്ടുകൊണ്ടിരിക്കുന്നല്ലോ. നിന്റെ ദാസനെ ഈ ദേശത്ത് കൊണ്ടുവന്നങ്ങനെ ചെയ്തല്ലോ. ഇത് അനേകരുടെ വിടുതൽ
വിടുതലിന് കാരണമാകട്ടെ. യേശു ജീവിക്കുന്നെന്ന് അനേകം ലൈൻ കൂടെ അനുഭവിക്കാനിടയാകട്ടെ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കൃപ 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 കൃപ. Praise the Lord. Hallelujah. Praise the Lord. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പറഞ്ഞു പാസ്റ്റർ ജോസ് മാത്യു പറഞ്ഞു. സ്തോത്രം. കണ്ടിന്യൂ ചെയ്തോട്ടെ പ്ലീസ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തെ ചലഞ്ച് ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വലിയ രൂപാന്തരം വരുത്തുന്ന ദൈവശക്തിയുടെ ഒരു സാക്ഷ്യം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിരാശയിലായിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന, വേദനപ്പെട്ടിരിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളുടെ മുഖത്ത് ഞരങ്ങി ഹല്ലേലൂയ കണ്ണുനീരോടെ നാളുകളായി ദൈവസേനയിൽ മുറയിടുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച സാക്ഷ്യം എത്ര ശക്തമേറിയ സാക്ഷ്യമാണ്. നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുന്ന ആ ലേവി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനികുഞ്ഞു ഭാഷക്കായി സ്തോത്രം, സിസ്ലിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, അവർ കൊടുത്തിരിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായി സ്തോത്രം. തന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശത്രു നശിപ്പിച്ചു കളയുവാൻ ചിന്തിച്ച സാഹചര്യത്തിൽ ഹല്ലേലൂയ ഭയപ്പെടുത്തി ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ച് അല്ലെങ്കിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ ശത്രു ചിലതിനെ കൊണ്ടുവന്ന് ഇല്ലായ്മ ചെയ്യുവാൻ പ്ലാൻ ഇട്ടെങ്കിൽ അതിന്റെ അപ്പുറത്തായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം തന്റെ ദാസന്റെ ജീവിതത്തിന്മേൽ തൊട്ടതിനാൽ ഹല്ലേലൂയ തക്ക സമയത്ത് ജീവിതങ്ങളെ വിടുവിക്കുന്ന ദൈവം ഹല്ലേലൂയ. ഹല്ലേലൂയ നശിച്ചു പോകുവാൻ ഹല്ലേലൂയ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും പിശാച് വന്നപ്പോൾ ഹല്ലേലൂയ നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനായി ഹല്ലേലൂയ ഒരുവൻ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണത്തിന്റെ വാക്കുകളിൽ ചെന്ന സാഹചര്യത്തില് ഹല്ലേലൂയ ജീവൻ നൽകി കൊടുക്കേണ്ടതിനായി, ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടേണ്ടതിനായി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ തന്റെ ജീവിതത്തെ കർത്താവ് സന്ദർശിച്ച് ഹല്ലേലൂയ 2 വർഷക്കാലം ഹല്ലേലൂയ മാനസികമായി ശാരീരികമായി എല്ലാം വളരെ വിധമായി ഭാരപ്പെട്ട കുടുംബങ്ങളും മാതാപിതാക്കളും ആ ജീവിതവും എല്ലാം നിരാശയിലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായപ്പോൾ പ്രാർത്ഥനയാൽ കഴിയാത്തത് ഒന്നുമില്ലെന്ന് ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനിൽ കൂടെ നമ്മെ കേൾപ്പിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ശക്തി ഹല്ലേലൂയ. ആത്മനിയോഗമുള്ള കർത്താവിന്റെ ദാസിദാസന്മാര് കടന്നു എന്ന് പ്രാർത്ഥിച്ചതിന് മുഖാന്തരം ജീവിതത്തെ ബന്ധിക്കുവാൻ ആലോചനയിട്ട് പിശാചിന്റെ കെട്ടുകളെ അഴിച്ചുവിട്ട പ്രാർത്ഥനയുടെ ശക്തി ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങൾ ഇന്ന് രാത്രികാലം ദൈവവചനം കേട്ട എല്ലാവരുടെ മേലും ശത്രു ഏതെല്ലാം നിലയിൽ ഹല്ലേലൂയ നശിപ്പിക്കുവാൻ ഹല്ലേലൂയ ബന്ധനങ്ങളിട്ടുണ്ടോ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന മുഖാന്തരം, ആരാധന മുഖാന്തരം ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി സ്വാതന്ത്ര്യമുള്ളവരായിത്തീരുന്ന രാത്രിയായിത്തീരുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എല്ലാത്തിനും ഉദ്ദേശമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ കഷ്ടതയോടെ ആയിരുന്നാലും ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളായിരുന്നാലും ദൈവത്തിന് അതിൽ കൂടെ മഹത്വം എടുക്കുവാനുണ്ട് എന്ന് കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യത്തിൽ കൂടെ നാം കേട്ടല്ലോ. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ ആരെന്ന് വിളിച്ചു ചോദിക്കുന്നു. ഹല്ലേലൂയ. കാറ്റും കടലും ഒക്കെ അടങ്ങുന്നത് ഇവൻ ആരാ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പഠിത്തത്തിന് മോശമായെങ്കിൽ ഹല്ലേലൂയ ബുദ്ധിമണ്ഡലത്തിന് ശത്രു ഇടപെട്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഏതെല്ലാം നിലയിൽ നമ്മുടെ തലമുറകളെ പിശാച് ഹല്ലേലൂയ അവരുടെ കുട്ടിയെ പിടിച്ച് ഹല്ലേലൂയ ജീവിതത്തെ ഹല്ലേലൂയ ദൈവസേനയിൽ അകറ്റി ഹല്ലേലൂയ നശിപ്പിച്ച് കളയുവാൻ ആലോചിക്കുന്നെങ്കിൽ രാത്രികാലം പിന്നെയും കർത്താവിന്റെ ദാസന്റെ ഹല്ലേലൂയ സാക്ഷ്യം നമ്മെ ബലപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനയുടെ ശക്തി ഹല്ലേലൂയ ചങ്ങലകളെ പൊട്ടിക്കുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന, പിശാചിന്റെ കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ കർത്താവ് ഹല്ലേലൂയ വിടുവിച്ചത് മാത്രമല്ല ഹല്ലേലൂയ തന്റെ വിദ്യാഭ്യാസ രംഗത്തെല്ലാം കർത്താവ് അത്ഭുതകരമായ നിലയിൽ ഹല്ലേലൂയ വലിയ വിജയം നൽകി, വലിയ ശുശ്രൂഷയിലാക്കി ജീവിതങ്ങളുടെ വിടുതലിന് കാരണമാക്കുവാൻ ഹല്ലേലൂയ സമർപ്പിക്കപ്പെട്ട ജീവിതം മുഖാന്തരം ഹല്ലേലൂയ ഇതെങ്ങനെ സംഭവിച്ചു? മറിയ ചോദിച്ചതുപോലെ ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ദൈവത്തിന് പറയുന്നില്ല മഹാനുള്ളത്. ഹല്ലേലൂയ. ദൂതൻ പറയുന്നു അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ യേശു എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ.
ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ ദൈവശബ്ദം കേൾപ്പിച്ചത് നാം സംശയിക്കുന്നുണ്ടെങ്കിൽ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. ഏതെല്ലാം വിഷയങ്ങളുടെ മുഖത്ത് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ, രോഗത്തിന്റെ അവസ്ഥയിൽ ഏതെല്ലാം നിലകളിലാണ് ഭാരപ്പെടുന്നത്, വേദനിക്കുന്നത്, രോഗമുള്ളത് ആർക്കും അറിയാൻ പാടില്ലെങ്കിലും കാണുന്ന ഒരുവനുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നവരുണ്ട്, മറുപടി നൽകി തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിടുതൽ കൽപ്പിക്കുന്ന ഒരുവനുണ്ട്, അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരുവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തലമുറകളെ ഇല്ലാത്തവർക്ക് വേണ്ടി കർത്താവിൻ ദാസൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇന്ന് രാത്രികാലം വിശ്വാസത്തിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിച്ചത് മുഖാന്തരം ഹല്ലേലൂയ ദൈവം അനുഗ്രഹങ്ങളെ നൽകി അനുഗ്രഹിച്ച കുടുംബമാണ് ഇത്. ദൈവത്തിന്റെ സ്തോത്രം. ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ചില ദൈവിക പ്രവൃത്തിയുടെ രാത്രിയായി മാറ്റപ്പെടട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തന്റെ സഹോദരി ഹല്ലേലൂയ സിസിലി ഹല്ലേലൂയ തളർന്നു കിടന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ ശിവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏതോ ഒരു വലിയ ശക്തി തന്റെ ശരീരത്തിൽ കൂടെ വ്യാപരിക്കുന്നു. കൂടെ ഞരമ്പുകളെ ബലപ്പെടുത്തി, അസ്ഥികളെ ബലപ്പെടുത്തി, തളർന്നിരിക്കുന്ന അസ്ഥികൾക്ക്, ശരീരത്തിന്, മാംസത്തിന് ബലം നൽകുന്ന ദൈവശക്തി എവിടെ നിന്നും അത് പ്രാർത്ഥനയിൽ കൂടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരുവനുണ്ട്. അത് നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം, നാം പ്രാർത്ഥിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു കിടന്നതായിരുന്നാലും മാറ്റം പിടിച്ചാലും അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ആ നാം സേവിക്കുന്ന ദൈവമാണ്, നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവമാണ്, നാം പ്രാർത്ഥിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു, എനിക്കും നിനക്കും വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾ ഇന്ന് രാത്രികാലം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുഞ്ഞുഭാഷക്കായി നന്ദിയോടെ സ്തോത്രം. കുടുംബത്തിനായി സ്തോത്രം. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക ജീവിതങ്ങൾക്ക് വിടുതലിന് കാരണമായി തീരുവാൻ ആശ്വാസം നൽകുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, വിടുതൽ കൽപ്പിക്കുന്ന ഹല്ലേലൂയ ഒരു ശുശ്രൂഷയ്ക്കായി പിന്നെയും കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലം ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരംഭത്തെ ഹല്ലേലൂയ അറിയുന്നവൻ അവസാനത്തെയും അറിഞ്ഞിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആരംഭത്തിൽ തന്നെ അവസാനത്തെ വിളിച്ചു പറയുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ദൃഷ്ടിക്ക് മറവായിട്ടൊന്നുമില്ല, നിന്റെ ശക്തിക്ക് അസാധ്യമായ ഒരു ഒന്നുമില്ല. ഹല്ലേലൂയ. ഏതവസ്ഥയ്ക്കും മാറ്റം വരുത്തുന്ന ഹല്ലേലൂയ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകലത്തിന്മേലും അധികാരമുള്ളവൻ. ഹല്ലേലൂയ. അസ്ഥിധമനികളെ ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ദൈവം. ട്യൂമറുകളെ നീക്കിക്കളയുന്ന ദൈവം. ഹല്ലേലൂയ. കണ്ണുകൾക്ക് കാഴ്ച നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ലോകവും ഡോക്ടർമാരും ഹല്ലേലൂയ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ഇതിനും കാഴ്ചയില്ല, ഒരിക്കലും നീ രക്ഷപ്പെടുകയില്ല, സൗഖ്യമാകില്ല എന്ന് പറഞ്ഞ വിഷയത്തിന് മുൻപിൽ ഹല്ലേലൂയ അവരുടെ തീരുമാനത്തിനോ അവരുടെ ഡയഗ്നോസിസിനോ എതിരായി ദൈവത്തിന് മാത്രമേ പ്രവർത്തിപ്പാൻ കഴിയത്തുള്ളൂ. നഷ്ടപ്പെട്ടതിന് തിരിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവൻ. കാഴ്ച നഷ്ടപ്പെട്ടെങ്കിൽ, കേൾവി നഷ്ടപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ ശരീരത്തിന്റെ ബലം ക്ഷീണിച്ചു പോയെങ്കിൽ ബലപ്പെടുത്തുന്നതും സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അത് നിന്റെ ജനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന ജനത്തിന് ആത്മനിറവിൽ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിനെ ശക്തിയോടെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ രൂപാന്തരപ്പെടുന്ന സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി നന്ദിയോടെ രാത്രിയിൽ അനേക കുടുംബങ്ങളിൽ അത് സംഭവിക്കട്ടെ. വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടപ്പെടുമാറാകട്ടെ. നിരാശകൾ മാറുമാറാകട്ടെ. ഭാരങ്ങൾ മാറുമാറാകട്ടെ. നിന്റെ ഭാരം എന്റെ മേലിട്ട് കൊള്ളുക എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം എല്ലാ ജീവിതങ്ങളെയും തൊടുമാറാകട്ടെ. ഹല്ലേലൂയ രൂപാന്തരപ്പെടുമാറാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. വിടുതൽ നടക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അതിനായി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്ന ദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എളിയവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അനുഗ്രഹമായി തീരട്ടെ. തന്റെ സഭയെയും കുടുംബത്തെയും അവിടെയുള്ള കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ എല്ലാം കടന്നു വന്നത്
ഹല്ലേലൂയ. ദൈവജനത്തിന് അനുഗ്രഹമാക്കി തീർത്തതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് ദൈവത്തിന് സ്തോത്രം. തുടർന്നും കർത്താവെ പ്രാർത്ഥിപ്പാൻ നിന്റെ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവശക്തി വ്യാപരിപ്പിക്കണമേ. ആത്മാവിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ സന്തോഷിക്കുവാൻ, സ്വർഗം മറുപടി നൽകി തന്നെ ഞങ്ങളെ സഹായിപ്പാൻ പോകുന്ന സ്തോത്രം. സകല മഹത്വം ഞങ്ങൾ അംഗീകരിപ്പിക്കട്ടെ. സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.